നമസ്തേ. മുത്തം കെ.എം. കോടിയേരി. ഭഗവത്ഗീത, ദി സയൻറ്റിഫിക് ജേണി ത്രൂ ഭഗവത്ഗീത. ഭഗവത്ഗീതയുമായി ബന്ധപ്പെടാത്ത ഒരു സംഗതിയും നമ്മുടെ നാട്ടിൽ ഇല്ല, ലോകത്ത് തന്നെ ഇല്ല എന്ന് പറയാം. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് സേവാഭാരതിയിലൂടെ എന്നോട് എൻ്റെ വാട്സപ്പിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആയിരിക്കാം, അങ്ങനെ ഒരു സംഗതി വന്നതാണ്, മെസ്സേജ് വന്നതാണ്. പ്രിയപ്പെട്ട ഉത്തമൻ കോടിയേരി, അങ്ങ് പലപ്പോഴായി നിർദ്ദേശിച്ച കാര്യങ്ങളിൽ പലതും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ 10 വർഷമായി 140 കോടിയോളം ജനങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ അത്രയും കാലത്തെ എൻ്റെ പ്രവർത്തനത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും വിഭാഗക്കാർക്ക് ഒന്നും എന്തെങ്കിലും ലഭിക്കാതെ പോവുകയോ ഒന്നും എന്തെങ്കിലും നഷ്ടപ്പെടുകയോ എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് അറിയിക്കണം എന്നാണ്. അതിന് പരിഹരിക്കാനുള്ള ഒരു മാർഗവും നിർദ്ദേശിക്കണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അത് പ്രകാരം ഞാൻ പ്രധാനമന്ത്രിക്ക് അയച്ച ഒരു വീഡിയോ ആണ് മെയ് 10 ഉള്ളത്. അത് നിങ്ങളെല്ലാവരും എടുക്കണം, കേൾക്കണം, നിങ്ങൾ ഷെയർ ചെയ്യണം. എൻ്റെ മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഏതെല്ലാം തരത്തിൽ എത്രത്തോളം എത്തിക്കാൻ പറ്റുമോ അത് നിങ്ങൾ കേൾക്കുന്നവർ എത്തിക്കണം. അതിനാണ് ഞാനിത് പറയുന്നത്. ഇത് യൂട്യൂബിലൂടെ പ്രധാനമന്ത്രിക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് പേപ്പറിൽ എഴുതി അയച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് മിക്കവാറുമില്ല, വളരെ കുറച്ച് കാര്യം കൂടി ചേർത്തിട്ടാണ് അത്. ബാക്കിയുള്ളതൊക്കെ ഈ പറയുന്നത് തന്നെയാണ്. ഞാൻ പറഞ്ഞത്, സർ, നമ്മുടെ ഭാരതത്തിൽ നിന്ന് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ പോയിട്ട് അവിടെ നിന്ന് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത് മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്നാണ്. സർ, നമുക്ക് ഇന്നിവിടെ എല്ലാവരെയും അങ്ങനെ സംബോധന ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ടോ? ഇന്ത്യയിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം, മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് ആരെയെങ്കിലും വിളിക്കാനുള്ള, ഏതെങ്കിലും ഒരാൾക്ക് മറ്റൊരാളെ സഹോദരി എന്ന് വിളിക്കാനുള്ള സാഹചര്യമുണ്ടോ? എന്തുകൊണ്ടാണ് ഉണ്ടോ? ഇല്ല എന്നാണ്. അത് തന്നെയാണ്. ഒരാളെയും ഒരു സഹോദരിയെയും അങ്ങനെ സംബോധന ചെയ്യാനുള്ള സാഹചര്യമില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടുത്തെ സാഹചര്യം ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ അധികാരം പിടിച്ചെടുക്കാനും പലതും പിടിച്ചെടുക്കാൻ വേണ്ടി അന്യോന്യം കടിച്ചു കീറാൻ വരെ തയ്യാറായിരിക്കുന്ന, അന്യോന്യം കലഹിക്കാനും കടിച്ചു കീറാനും വരെ തയ്യാറായിരിക്കുന്ന അണികളുള്ള അനേകം പാർട്ടികൾ മാത്രമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ആ നിലയ്ക്ക് അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല. ഈ രാഷ്ട്രീയ പാർട്ടികളിൽ തന്നെ ആർക്കെങ്കിലും അന്യോന്യം സഹോദരി എന്ന് വിളിക്കാൻ പറ്റുമോ? ആ സാഹചര്യവും കൂടിയില്ല. നമുക്ക് ഉള്ള പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരിക്കും. അത് ഏതെങ്കിലും ഒരാളോട്, നാം ഏറ്റവും അടുത്ത് പെരുമാറുന്ന ആളോട് പോലും സഹോദര എന്ന് വിളിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. വിശ്വസിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്ത, സഹോദര എന്ന് വിളിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ആ അവസ്ഥയാണ് സർ മാറേണ്ടത്.
ഞങ്ങളുടെ നേതാക്കന്മാർക്കും അങ്ങനെ തന്നെയായിരിക്കും. രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാകും, നമുക്ക് അണികളുണ്ടല്ലോ, സപ്പോർട്ടിന് അണികളുണ്ടല്ലോ എന്ന്. അങ്ങനെയുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ അത് അബദ്ധമാണ്. കാരണം ഓരോ നേതാവും കാത്തിരിക്കുന്നു എൻ്റെ തൊട്ട മേലെയുള്ള നേതാവ് നേതാവിന് വീഴാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ട്? അയാൾക്ക് അവിടെ കയറിയിരിക്കണം. ആ സീറ്റിൽ അയാൾക്ക് കയറിയിരിക്കാനുള്ള വെമ്പലാണ്. അപ്പോൾ പുറമേ കാണിക്കുന്ന ഈ സ്നേഹവും സഹോദര്യത്തെക്കാളും വലിയ സ്നേഹവും എല്ലാം തീർച്ചയായും വെറുതെ പുറംപൂശലാണ്. അതുകൊണ്ട് അങ്ങനെയല്ലാത്ത നമുക്ക് പണ്ടത്തെ പോലെ നാം അസംബ്ലിയിൽ നിന്നൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തതുപോലെ ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ആ സാഹചര്യം ഉണ്ടാവണം സർ. നമുക്ക് ഭാരതീയർ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ പോരാ സർ. നമുക്ക് അവരെ സഹോദരന്മാർക്ക് ഇന്ന് എല്ലാവരെയും അങ്ങനെ വിളിച്ചിട്ട് എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം സർ. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ അതായിരിക്കും സർ ഏറ്റവും വലിയ വികസനം. മറ്റൊന്നും അതിനോട് തുല്യമാവുകയില്ല സർ. അത് ലോകത്തിലെ ഏറ്റവും വലിയ വികസനമായിരിക്കും സർ. ലോകത്തിൽ അറിയപ്പെടുന്ന, പുകഴ്ത്തപ്പെടുന്ന, പ്രശംസിക്കപ്പെടുന്ന വികസനമായിരിക്കും സർ. മനുഷ്യർക്ക് സഹോദരന്മാരുടെ വിലയുണ്ടാകുമ്പോൾ, എല്ലാ മനുഷ്യർക്കും സഹോദരന്മാരുടെ വിലയുണ്ടാകുമ്പോൾ അവർക്ക് വേറെ എന്ത് വേണം സർ? സൗജന്യമായി അരിയും ധാന്യങ്ങളും മറ്റും വിതരണം ചെയ്താൽ അത് പ്രകൃതിക്ഷോഭങ്ങളുടെ ആ അവസ്ഥയിലൊക്കെ അത് അത്യാവശ്യമാണ്. എന്നാൽ അത് വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടുകൂടി ഒരു വിഭാഗം ജനങ്ങൾക്ക്, അല്ലെങ്കിൽ കുറച്ച് ഒരു 10-25% ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ വിതരണം ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ അത് അവരുടെ ഒരു അവകാശമായി മാറുകയും മറ്റുള്ളവർക്ക് ഇത്തരം പ്രവർത്തനത്തോടും അവരോടും തോന്നുകയും ചെയ്യുന്നു സർ. അതല്ലാതെ അതുമാത്രമല്ല, ഈ സൗജന്യമായി അരിയും മറ്റും ലഭിക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായി നമുക്ക് വേണ്ടത് അരിയും മറ്റും ഭക്ഷ്യധാന്യങ്ങളാണ്. അത് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ, സൗജന്യമായി എത്തിക്കഴിഞ്ഞാൽ ജോലിക്ക് പോകേണ്ടവർ മടിയന്മാരാകും. ഇനി എന്തിനാ ജോലിക്ക് എന്ന് പറഞ്ഞ് ജോലിക്ക് പോകാതെയാകും. ഇനി ജോലിക്ക് പോകുന്നവർ പലരും ഉണ്ടായിരിക്കും. അവർ പോയാൽ തന്നെ അപ്പോൾ കിട്ടുന്ന കാശ് മദ്യഷാപ്പിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് സർ ചെയ്യുന്നത്. അത് മദ്യഷാപ്പിൽ കൊണ്ടുപോയി വന്നാൽ കുടുംബത്തിൽ കലഹമുണ്ടാക്കുകയാണ് സർ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടതാണ് സർ, വേണ്ടതാണ്. അതിന് പകരം എല്ലാവർക്കും കുറഞ്ഞ നിരക്കിൽ സാർവത്രിക റേഷൻ നൽകിയാൽ ഒരു പ്രശ്നവുമില്ല സർ. അധികം നഷ്ടമൊന്നും ഉണ്ടാവുകയില്ല. 25% വേണമെങ്കിൽ ശതമാനം വിലക്കും നൽകാം. പക്ഷേ അതെല്ലാവരും വാങ്ങുകയില്ല. ആദ്യം വാങ്ങും, പിന്നെ എല്ലാവരും വാങ്ങുകയില്ല. ഞാൻ ഒരു റേഷൻ ഷോപ്പിൽ ജോലി ചെയ്തതാണ് കുറച്ച് കാലം. എനിക്ക് ആ സമയത്ത് അത് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 12 ഔൺസ് റേഷൻ കൊടുത്തപ്പോൾ പകുതി പോലും പിന്നെ ചിലവാകാതായി. ആദ്യം ചിലവായതിൻ്റെ പകുതി പോലും ചിലവാകാണ്ടായി. അപ്പോൾ ഈ സൗജന്യം അധികം സൗജന്യത്തിന് വേണ്ടി ചിലവാക്കുന്നത് അധികകാലം ചിലവാക്കേണ്ടി വരില്ല സർ. അപ്പോൾ എല്ലാവർക്കും നൽകുന്നത് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം സർ. ഇനി ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ് സർ. ഓക്കെ. പിന്നെ സർ, ഞാൻ
പറഞ്ഞ മറ്റൊരു കാര്യം, ഇതൊക്കെ എന്നോട് പ്രധാനമന്ത്രി ചോദിക്കാൻ എന്താണ് കാരണം? ഞാൻ പലതും അയച്ചെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഒരു കാര്യമായൊരു സംഗതിയാണ് ചോദിച്ചത്. സർ, അയോധ്യയിൽ ആ ശ്രീരാമൻ്റെ സ്തൂപത്തിൽ പ്രതിമയിൽ ശ്രീരാമൻ അധിവസിക്കുന്നുണ്ടോ? നൂല് കെട്ടിയവരെ കൊണ്ട് കുറച്ച് ദിവസം മന്ത്രം ചൊല്ലിച്ച് അർച്ചന നടത്തിയാൽ ശ്രീരാമൻ ആ ക്ഷേത്രത്തിൻ്റെ മഹിമയും വലിപ്പവും പ്രതിമയുടെ വലിപ്പവും ആ പ്രത്യേകതയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ശ്രീരാമൻ അതിൽ വന്ന് കുടിയിരിക്കുമോ സർ? ഇത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങളെല്ലാവരും അറിയിക്കണേ, കഴിയുന്നിടത്തോളം എവിടെയെങ്കിലും എത്തിക്കണേ. ഇന്ന ആളെന്നൊന്നും പറയണ്ട. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ പറയുന്നത്. ശ്രീരാമൻ അതിൽ വന്നിരിക്കുമോ സർ? അങ്ങനെ ശ്രീരാമൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും ഇല്ലേ? അവരെ കൊണ്ട് കുറച്ച് മന്ത്രം ചൊല്ലിയാൽ ശ്രീരാമനെല്ലാം വന്നിട്ട് ഇവിടെ ഇരിക്കുമെങ്കിൽ ഈ ലോകത്തിൽ എന്തെല്ലാം നമുക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. അതും അവർ ചെയ്യുന്നതാകട്ടെ കൂലിക്കാണ്. മാനസികമായും ആത്മീയമായും ഒരു വിശ്വാസവും ഇല്ലെങ്കിലും കടപടന്നും പറഞ്ഞിട്ടങ്ങ് അർപ്പിച്ചാൽ മതി. അതും മന്ത്രം ചൊല്ലുന്നത് ശരിക്കും ശ്രദ്ധിക്കാതെ ചൊല്ലിയിട്ട് ഏതെങ്കിലും ഒരക്ഷരം തെറ്റിപ്പോയാൽ മതി. മന്ത്രത്തിന് വലിയ ശക്തിയുണ്ട്. മന്ത്രം തിരിച്ചടിക്കും സർ. പിന്നെ അതിനൊരു പരിഹാരവും നിർദ്ദേശിച്ചു ഞാൻ. അതാണ് ഏറ്റവും പ്രധാനം. പ്രധാനമന്ത്രി അതിലായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാകുക. ഈ പ്രതിഷ്ഠയുടെ ആ ചുറ്റുപാടുമെല്ലാം പഞ്ചഗവ്യം കൊണ്ട് ശുദ്ധീകരിക്കണം. അതിനുശേഷം വെറും മന്ത്രം ഓം നമോ നാരായണായ, ഓം ശ്രീരാമൻ ദേവായ നമ, ഇത് എപ്പോഴും അവിടെ നിന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. അതുമാത്രവും പോരാ, ഓരോ സമയത്ത് ഓരോ ദ്രവ്യം അർച്ചനയ്ക്ക് നിശ്ചയിക്കണം. ആ നിശ്ചയിക്കുന്ന ദ്രവ്യം ഭക്തന്മാർ നേരിട്ട് കൊണ്ട് അതിൽ അങ്ങോട്ട് അർപ്പിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സ്, അവരുടെ ബുദ്ധി, മനസ്സ് എല്ലാം ദൈവത്തിൽ അർപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന മനസ്സും ബുദ്ധിയുമൊക്കെയായിരിക്കും. അതുകൊണ്ട് എന്തു തന്നെയായാലും അവരുടെ അർച്ചന ഭഗവാൻ സ്വീകരിക്കുകയും പ്രാർത്ഥന കേൾക്കുകയും പ്രതിഷ്ഠയിൽ ശ്രീരാമൻ തീർച്ചയായും വന്നിരിക്കുക തന്നെ ചെയ്യും സർ. അതിനുള്ള വഴിയൊരുക്കണം സർ. ഇതായിരിക്കാം കാര്യം. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ എല്ലാവരുടെയും എത്തിക്കണം കേട്ടോ. നിങ്ങൾ മാത്രം വെച്ച് അപ്പാട് പൂട്ടി വെച്ച് കളയാറ്. നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ വിഭാഗക്കാർക്കും എത്തിക്കണം. ഓക്കെ, ഐ ആം സ്റ്റോപ്പിംഗ്. നമസ്തേ.